ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഹാനോയിലെ ബിയർ സ്ട്രീറ്റ് അല്ലെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റിലാണ്. ഈ ഹാനോയിലെ വൺ ഓഫ് ദ മോസ്റ്റ് നൈറ്റ് ലൈഫോ പാർട്ടി ലൈഫോ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ യൂഷ്വലി ചീപ്പ് ഫുഡ്, ഡ്രിങ്ക്സ്, നൈറ്റ് ലൈഫ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഈ ഏരിയയിൽ. നേരങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ. ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിന് പല സൈഡിൽ നിന്ന് എൻട്രി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പോകാം, അവിടുന്ന് പോകാം, ഇങ്ങേ വശത്തുനിന്ന് പോകാം. എനിക്ക് തോന്നുന്നു എല്ലാ ഡയറക്ഷനിൽ നിന്നും പോകാൻ തോന്നുന്നു. അല്ലാതെ ഇന്ന് ഒറ്റ ഡയറക്ഷൻ, ഒരു ജംഗ്ഷൻ മാതിരി നടുക്കൊരു സർക്കിളുണ്ട്. പിന്നെ ഒരു എല്ലാ സ്ഥലത്തിലേക്കോട്ടും ഡിവൈഡ് ഷോപ്സ് ഉണ്ട്. എല്ലാവരും റോഡിലേക്ക് ചേറിട്ട് വെച്ചിരിക്കുക. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ കിട്ടും. ഇത് ഫുൾ ബിയർ സ്ട്രീറ്റ് തന്നെയാണ്. ബിയർ സ്ട്രീറ്റ് ആയത്, ബിയർ സ്ട്രീറ്റ്. ഇതിനകത്ത് മൊത്തം ഉണ്ടല്ലോ. ഇത് ഫുൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം വരെ ഫുഡും ബിയറും. നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റ് കണ്ടില്ലേ, അതുപോലെ തന്നെ. ഹലോ, ഗുഡ്. യു. ഇതാണ് സർക്കിൾ കേട്ടോ. ബിയർ സ്ട്രീറ്റിൻ്റെ സർക്കിൾ ഇവിടാണ്. ഈ കാണുന്നതാണ് ബിയർ സ്ട്രീറ്റിൻ്റെ സർക്കിള്. വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. എല്ലാം കാണാൻ നിങ്ങൾക്ക് ബാൻമി തൊട്ട് ഫ്രൈഡ് പൊട്ടാറ്റോ വിത്ത് ഗാർലിക് ബട്ടർ എല്ലാം ഉണ്ട്. ഓരോ റെസ്റ്റോറൻറ്റും ഓരോരോ അവരുടെ ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത്. ഇതാണ് ബിയർ കോർണർ. ഇതിൽ എന്താ പറയുന്നത്, ഹാനോയില് ഇതാണില്ല. എന്താ തിരക്കല്ലേ. ഇത് ഫുൾ പാർട്ടി സ്ട്രീറ്റ് മാതിരിയുണ്ട്. ഇത് ഫുൾ പാർട്ടി സ്ട്രീറ്റ് തന്നെ. What beer? ഞങ്ങളങ്ങനെ ഇവിടെ ഫൈനലി ഒരു റോഡ് സൈഡിൽ ഇരിപ്പുണ്ട്. വണ്ടികൾ തേരാപ്പാര ഓടുന്നുണ്ട്. ഫുഡ് ഓർഡർ ചെയ്യുന്നവരുണ്ട്, ഹോട്ട് പോട്ട് ഓർഡർ ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. തിരക്കെന്ന് വെച്ചാൽ അമാനുഷികമായിട്ടുള്ള തിരക്ക്. എൻ്റെ അമ്മോ, എന്താ തിരക്ക്.
എനിക്ക് തോന്നുന്നു നമുക്ക് എങ്ങും എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര തിരക്ക്. എങ്ങും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെ, ഇന്ത്യ പോലും. ഇത് കണ്ടോ, വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക, നമ്മുടെ ടേബിൾ ഇവിടെ. ഞങ്ങൾ ഇച്ചിരി പുറമോട്ടിരുന്നു, അൺകംഫർട്ടബിൾ ആവുന്നുണ്ടായിരുന്നു. അത്ര അടുത്തൂടെ ആയിരുന്നു, ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായ. എങ്ങനെയൊക്കെയാ വെളി വന്നു. ഇത് എൻഡിങ് ആയി. ഇവിടെ ഒന്നും ആരും ഇല്ല. ഓ, എന്തുമല്ലേ ബഹളം അവിടെ. ഇതിനകത്ത് ബഹളം നിങ്ങൾ കാണണം. അപ്പോൾ ഞങ്ങളവിടെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാം. എന്ത് പറയുന്നു? ഓക്കെ. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഇന്നത്തെ വീഡിയോ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ നിൻബിൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ രാത്രി കഴിക്കാൻ വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ചീപ്പായിട്ട് ഫുഡ് കിട്ടണമെങ്കിൽ, ചീപ്പ് എന്ന് പറയാൻ ഒക്കത്തില്ല, വിലയുണ്ട്. അപ്പം ചീപ്പ് എന്ന് പറയാൻ ഒക്കത്തില്ല, പക്ഷെ ഹാപ്പനിങ്, രാത്രി ഒന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇത് തന്നെയാണ്. പരിപാടിയൊന്നുമില്ല, ആൾക്കാർ പോകുന്ന കാണുക, അപ്പുറത്തെ ഷോപ്പിലൊക്കെ പാട്ട് വെച്ച് കേൾക്കുക, അപ്പുറത്തെ പാർട്ടീസൊക്കെ നടക്കുന്നുണ്ട്, പാർട്ടീസിൻ്റെ ഒക്കെ മ്യൂസിക് കേൾക്കുക, ഡാൻസ് ചെയ്യുക. പിന്നെ ആൾക്കാർ വരുന്നപ്പോൾ പലതരം കൾച്ചറിലെ ആൾക്കാർ വരുന്നതും പോകുന്നതും നിങ്ങൾക്ക് കാണാം. അതൊക്കെ തന്നെ എൻ്റർടൈൻമെൻറ്റ്. ഞങ്ങൾ ആക്ച്വലി നല്ല ബീറ്റ് സൗണ്ടിലെടുത്ത് നിൽക്കാതെ കുറച്ച് മാറി എന്നിട്ട് ആ മ്യൂസിക് ആസ്വദിക്കുക ചെയ്യുന്നത് അല്ലേ? അതെ, നമുക്ക് അതാണ് ഇച്ചിരി കൂടെ എൻജോയബിൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊന്ന് ക്രൗഡില്ലാതെ ഇരിക്കുകയും ചെയ്യാം, എന്നാൽ പിന്നെ മ്യൂസിക് കേൾക്കുകയും ചെയ്യാം. ഞങ്ങൾ ഇന്നലെ ഇരുന്നത് അങ്ങേ വശത്തായിരുന്നു, ആ സൈഡിലായിരുന്നു. നമ്മൾ പൈസ എടുത്ത മാളു ഞങ്ങളൊരു 2600 എടുത്തു. എത്രയായി? 7 ലക്ഷം കിട്ടി. ഞങ്ങൾ എപ്പോഴുണ്ടല്ലോ ഇവിടുന്ന് വിയറ്റ്നാമീസ് കറൻസി ATM വഴി വിഡ്രോ ചെയ്തു. ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡോളേഴ്സ് കൺവേർട്ട് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ATM നിന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി പൈസ മതി, 2000-3000 ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു, രൂപയുടെ ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ ഈ 8000 9000 ഒക്കെ പോയി കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെറും ഈ ഒരു തുച്ഛമായ ഒരു എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നിങ്ങളിപ്പം കണ്ടത്. ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തത് വിയറ്റ്നാമിന്റെ ATM തന്നെയാണ്. അവിടെ വിയത്ത് ATM എന്ന് പറഞ്ഞിട്ട് അവരുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ബാങ്കാണ്. കുറേ ATMs ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞങ്ങൾ ഭയങ്കര സീംലെസ് ആണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ ഇന്റർനാഷണൽ ആക്ടിവേറ്റ് ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാർഡ് ഇടുക, പൈസ നോർമൽ ATM എങ്ങനെ വിഡ്രോ ചെയ്യുന്നു അത്രയും വിഡ്രോ ചെയ്യുക. പിന്നെ അവിടെ ഓപ്ഷൻസ് വരും, എത്ര വിഡ്രോ ചെയ്യണം, 5 ലക്ഷം വേണോ, 2 ലക്ഷം വേണോ, 1 കോടി വേണോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. ഞങ്ങൾക്ക് ആക്ച്വലി 2500 രൂപ ഇന്ത്യൻ കറൻസി മതിയായിരുന്നു. അപ്പൊ ഞങ്ങൾ 2500 തന്നെ എടുക്കാന്നുള്ള മട്ടിലാ പോയത്. പക്ഷെ അവിടെ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 5 ലക്ഷം ഒരു തവണ എടുത്തു, പിന്നെ രണ്ടാമത്തെ തവണ 2 ലക്ഷം എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ 7 ലക്ഷം കയ്യിലിരിക്കുന്നത്. 7 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 2500-600 രൂപ. പ്ലസ് അതിന്റെ ഒരു കൺവേർഷൻ റേറ്റ് എന്തായാലും ബാങ്ക് എടുക്കും. ഒരു 10-200 രൂപ എന്തായാലും ബാങ്കിന് തന്നെ പോകും. 200 അല്ല, ചിലപ്പോൾ ഒരു 250 രൂപ സംതിങ് പോകും. ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ ബാങ്കും പിന്നെ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വിയറ്റ്നാം സീരീസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.